ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗ, ശ്ലോകം 30. മയി സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധ്വാസ്വ വിഗതജ്വരഃ. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, എല്ലാ കർമ്മങ്ങളും സർവാത്മന എന്നിൽ ഉറപ്പിച്ചിട്ട് നിഷ്കാമനും നിർമ്മമനുമായി ദുഃഖം വെടിഞ്ഞ് യുദ്ധം ചെയ്യുക. ഇവിടെ തൻ്റെ ജനങ്ങൾ, തൻ്റെ ഗുരുനാഥന്മാർ, തൻ്റെ ബന്ധുക്കൾ ഇവരൊക്കെ തന്നോട് യുദ്ധം ചെയ്യാനായി വന്നു നിൽക്കുന്നു. ഇരുപക്ഷത്തും തൻ്റെ ബന്ധുക്കൾ, തൻ്റെ സ്നേഹിതർ, ഗുരുനാഥന്മാർ. യുദ്ധം സർവനാശമാണ്. തൻ്റെ പ്രിയപ്പെട്ടവരെ വധിച്ചിട്ട് കിട്ടുന്ന രാജ്യം അത് ശ്രേഷ്ഠമല്ല. ആ രാജ്യത്തിരുന്നാൽ സുഖമായിരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവരെ വധിച്ചാൽ തനിക്ക് കീർത്തി ഉണ്ടാവുകയില്ല എന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്. അങ്ങനെ തൻ്റെ ശരീരം തളരുന്നു. താൻ ഇനി യുദ്ധം ചെയ്യുന്നില്ല, തനിക്ക് രാജ്യം വേണ്ട, താൻ കാട്ടിൽ പോയി തപസ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമാണ് കർമ്മയോഗം. കർമ്മയോഗയില് ഭഗവാൻ കർമ്മം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മം ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിമർശനമാണ് ഭഗവാൻ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത്. ഭഗവാൻ ഇവിടെ യുദ്ധത്തിനെ അല്ല പ്രോത്സാഹിപ്പിക്കുന്നത്, അവനവന്റെ കർമ്മത്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. യുദ്ധം അനിവാര്യമാണ്. അനിവാര്യമായ യുദ്ധം ചെയ്യുക തന്നെ വേണം. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിനെ മറ്റുള്ള ആളുകൾ ആക്രമിച്ചാൽ അവിടെ നമുക്ക് സമാധാനം പറഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല. അവിടെ യുദ്ധം ആവശ്യമാണ്. പലതവണ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചതുമാണ്. പക്ഷെ ആർക്കും അതിനൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇവിടെ ക്ഷത്രിയനാണ് അർജുനൻ. അതുകൊണ്ട് തന്നെ ക്ഷത്രിയനായ അർജുനന്റെ കടമയാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. ഓരോ മനുഷ്യർക്കും അവനവൻ്റെതായ കടമകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മൾ തപസ് ചെയ്യാനായി പോയാൽ അത് നമുക്ക് കീർത്തിയല്ല, അകീർത്തിയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അവനവൻ്റെതായ ജോലികളുണ്ട്. ആ ജോലികൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഭഗവാന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാകും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ദുഷ്ടന്മാരെ വധിച്ച് ഭൂമിയുടെ ഭാരം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്ത് അസുരന്മാരെ, ദുഷ്ടന്മാരെ വധിക്കേണ്ടത് ഇവിടെ ആവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ, പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതിയെ കണ്ടമാനം ഉപദ്രവിക്കുമ്പോൾ, പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രകൃതി സ്വയം പ്രതിരോധിക്കും. ഭൂമി കുലുക്കമായിട്ട്, ഉരുൾപൊട്ടലായിട്ട്, മലവെള്ള പാച്ചിലായിട്ടൊക്കെ തന്നെ ഭൂമി സ്വയം പ്രതിരോധിക്കും. അതും ഒരു ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഭൂമി സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാകും പലപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്
ആ പ്രദേശത്തെ ഭൂമിയെ വല്ലാതെ നശിപ്പിക്കുമ്പോഴാണ്. ഇവിടെ പ്രകൃതി തന്നെ രക്ഷിക്കുവാനുള്ള മാർഗം ഉണ്ടാക്കുന്നു. ദ്വാപരയുഗത്തിന്റെ അവസാനം ഭൂമിദേവി ഭഗവാന്റെ അടുത്തു ചെന്ന്, വൈകുണ്ഠനാഥന്റെ അടുത്തു ചെന്ന് സങ്കടം പറയുമ്പോൾ അവിടുത്തെ സങ്കടം മാറ്റുന്നതിനായി ഞാൻ അവതരിക്കാമെന്ന് ഭൂമിദേവിക്ക് ഭഗവാൻ വാക്കു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെയാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. ഇവിടെ അതൊന്നും പറ്റില്ല, എനിക്കതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, ഇതെന്റെ ജോലിയല്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്താൽ ആളുകൾ എന്നെ മോശം പറയും എന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ ശ്രമിക്കുകയാണ് അർജുനൻ. ആ അർജുനനോട് അങ്ങനെയല്ല, ഇത് നിന്റെ ഉത്തരവാദിത്തമാണ്, നീ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ. എങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്? മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചിട്ട്, ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിൽ മനസ്സുറപ്പിച്ചിട്ട്, ലൗകിക കാമങ്ങളൊന്നും കൊതിക്കാതെ ഞാനെന്നും എന്റേതെന്നും ഉള്ള ഭാവം വെടിഞ്ഞിട്ട്, ദുഃഖം ഉപേക്ഷിച്ചിട്ട്, സ്വന്തം കർമ്മമായ യുദ്ധം അതു നീ ചെയ്യൂ അർജുന എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എന്തു ജോലി ചെയ്താലും, നമ്മൾ വീട്ടിൽ ഒരു ചായ തിളപ്പിച്ചാലും, പാല് കാച്ചിയാലും, ദോശ ചുട്ടാലും, വീട് വൃത്തിയാക്കിയാലും, എന്തു ചെയ്താലും, നമ്മുടെ ഓഫീസിൽ പോയി നമ്മൾ ജോലി ചെയ്താലും, അതെല്ലാം സർവേശ്വരന് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് എന്ന് ചിന്തിച്ചു ചെയ്താൽ, ഇന്നലെ വരെ നമ്മൾ ഉണ്ടാക്കിയ ചായയേക്കാൾ മധുരമേറിയതും സ്വാദേറിയതുമായ ഒരു ചായ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഓഫീസിൽ വളരെ മനോഹരമായി മനസ്സു നിറഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്കും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചിട്ട് ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് കരുതി ചെയ്യുക. ഈ യുദ്ധം പോലും എനിക്ക് വേണ്ടിയിട്ടാണ് അർജുന നീ ചെയ്യുന്നത്. കാരണം ഞാൻ അവതരിച്ചത് തന്നെ ഈ യുദ്ധത്തിലൂടെ ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യുക. നമ്മളോട് ഓരോരുത്തരോടും ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്. നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതെന്തുമായിക്കോട്ടെ, ആ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് വേണ്ടി നീ ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിനക്ക് ദുഃഖമുണ്ടാവുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇനി മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അത് ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അർച്ചനകളായി കരുതി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും ഒരു ഭാരമായി തോന്നുകയില്ല. അതിൻ്റെ എല്ലാം ഗുണം നമുക്ക് സർവേശ്വരൻ വേണ്ട സമയത്ത് വേണ്ടതുപോലെ വേണ്ട രീതിയിൽ, ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ നിലയിൽ ഭഗവാൻ നമുക്ക് തരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശ്ലോകത്തിന്റെ അർത്ഥം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാനായി ശ്രമിക്കുക. ഭഗവാനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.